പാലക്കാട് കോട്ടായിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ മോഹൻകുമാർ സിപിഐഎമ്മിൽ ചേർന്നു. മോഹൻകുമാറിനൊപ്പം നിരവധി കോൺഗ്രസ് പ്രവർത്തകരും സിപിഐഎമ്മിൽ ചേർന്നു. നേരത്തെ ഡിസിസി നേതൃത്വത്തെ വിമർശിച്ച മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ കോട്ടായിൽ വിമത കൺവെൻഷൻ നടന്നിരുന്നു. ഡിസിസി പ്രസിഡന്റ് ഗ്രൂപ്പിസത്തിന് വഴിയൊരുക്കുന്നു എന്നായിരുന്നു മോഹൻകുമാർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച ആരോപണം. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, കോട്ടായി കുറച്ചു കാലമായി കലുഷിതമായി നിൽക്കുകയാണ്. അതിന്റെ ഒരു അവസാന ഫലത്തിലേക്ക് അത് എത്തുകയാണോ? മോഹൻകുമാറിനൊപ്പം എത്ര പേർ സിപിഐഎമ്മിലേക്ക് മാറിയിട്ടുണ്ട്? സുജയ, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെ എനിക്കൊപ്പം ഇപ്പോൾ സിപിഎമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സിപിഎമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ള കോട്ടായുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻകുമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസിന്റെ പാലക്കാട് നേതൃത്വത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും പരാതികളുമാണ് മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നയിച്ചിരുന്നത്. അതായത് ഡിസിസി പ്രസിഡന്റ് തന്നെ ഗ്രൂപ്പിസത്തിന് വഴിയൊരുക്കുന്നു, ഗ്രൂപ്പിസം വളർത്താനുള്ള ശ്രമങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതായിരുന്നു മോഹൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. ആ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്